ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു ഭാഗം വായിക്കാം. ആവർത്തന പുസ്തകം 31:14-15 വാക്യം. അനന്തരം യഹോവ മോശയോട്, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിന് അവനെ വിളിച്ച്, നിങ്ങൾ സമാഗമനോടാരത്തെങ്കിൽ വന്നു നിൽപ്പീനെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും യോശുവയും ചെന്ന് സമാഗമനോടാരത്തെങ്കിൽ നിന്നു. അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തെങ്കിൽ പ്രത്യക്ഷനായി. മേഘസ്തംഭം കൂടാര വീതലിന് മീതെ നിന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യോശുവയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. യോശുവയുടെ 2 ഗുണങ്ങളെക്കുറിച്ച് നാം കണ്ടു. ഒന്നാമതായിട്ട് യോശുവ വിട്ടുപിരിയാതെ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വിട്ടുപിരിയാതെ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തി. രണ്ടാമത് നമ്മൾക്ക് കണ്ടു, പ്രശ്നങ്ങളുടെ മധ്യേ യഹോവയിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന യോശുവയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് യഹോവയുടെ മഹത്വം കാണുവാനുള്ള ഭാഗ്യം യോശുവയ്ക്ക് കിട്ടിയെന്നുള്ളതാണ്. യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തിൽ പ്രത്യക്ഷനായി. മേഘസ്തംഭം കൂടാരത്തിന് മീതെ വന്നു. യഹോവയുടെ മഹത്വം, യഹോവയുടെ തേജസ് കാണുവാനായിട്ട് യോശുവയ്ക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചുരുക്കം ചിലരാണ് യഹോവയുടെ മഹത്വം കണ്ടവർ. ആ കൂട്ടത്തിൽ യോശുവയും യഹോവയുടെ മഹത്വം കാണുവാനായിട്ട് സാധിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് നമുക്ക് കാണാനായിട്ട് ദൈവം പരമേൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ നിറവേറ്റുന്ന യോശുവയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോവ യോശുവയോട് പറഞ്ഞു, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നീ യോശുവയോടുകൂടെ സമാഗമനകൂടാരത്തിൽ വരിക. അങ്ങനെ യോശുവയും മോശയും സമാഗമനകൂടാരത്തിൽ വന്നു. യഹോവ തൻ്റെ മകനായ യോശുവയോട്, ബലവും ധൈര്യവുമുള്ളവരായിരിക്കുക, ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും, ഞാൻ നിന്നോട് കൂടി ഇരിക്കും. യോശുവയെ പിന്നെ നാം കാണുന്നത് ദൈവം എന്തു പറയുന്നു സംശയിക്കാതെ വിശ്വാസത്തോടെ ചെയ്യുന്നവനായിട്ടാണ്. കാലെടുത്ത യോർദാൻ നദിയിൽ വെച്ച് അവർ അക്കരെ കടന്നു. 6 ദിവസം ഓരോ പ്രാവശ്യവും, 7-ാം ദിവസവും 7 പ്രാവശ്യവും പട്ടണം ചുറ്റണമെന്ന് യഹോവ കൽപ്പിച്ചു. യോശുവ അതുപോലെ തന്നെ. നമുക്ക് യുക്തി കൊണ്ട് ചിന്തിക്കുവാൻ വിഷമമുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ദൈവം പറഞ്ഞു, അതുപോലെ തന്നെ യോശുവ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം എന്ത് പറയുന്നു അതുപോലെ ചെയ്തു. 6 ദിവസം അവർ 6 ദിവസം ഓരോ പ്രാവശ്യവും, 7-ാം ദിവസം അവർ 7 പ്രാവശ്യവും അവിടെ ചുറ്റുന്നതായിട്ട് നമുക്ക് സാധിക്കുന്നു. അങ്ങനെ 7 പ്രാവശ്യം ചുറ്റിയപ്പോൾ അവിടെ അവർ ആ കോട്ടം വീഴുന്നതായിട്ടും അവർ പ്രവേശിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വഴി അത്ഭുതകരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സാധാരണ ഒരു ഗതിയിൽ പറഞ്ഞാൽ ഒരു വലിയ എരിഹോ എന്ന് പറഞ്ഞ വലിയൊരു പട്ടണമാണ്. അത് അടക്കുവാനായിട്ട് അല്ലെങ്കിൽ തോൽപ്പിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു പട്ടണം പിടിക്കാനായിട്ട് കർത്താവ് പറഞ്ഞ 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിൻ്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7-ാം പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻകൊമ്പ് കൊണ്ട് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ പട്ടണം അതിൽ വീഴും. ജനം ഓരോരുത്തരും നേരെ കയറുകയും വേണം. അങ്ങനെ തന്നെ അവർ ചെയ്യുകയും യഹോവ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു. യോശുവ 6:12 വാക്യത്തിൽ കാണുന്നത്, യോശുവ അതികാലത്ത് എഴുന്നേറ്റ് പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ച് കാഹളം ഊതിക്കൊണ്ട് നടന്നു. ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിൻ്റെ പിന്നാലെ നടന്നു എന്ന് കാണുന്നുള്ളത്. അതിനുശേഷം അവർ 6 ദിവസവും 6 പ്രാവശ്യം അവർ ചുറ്റി. എന്നാൽ 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞെന്തെന്നാൽ, ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണം അതിലുള്ളതൊക്കെ യഹോവയ്ക്ക് ശബ്ദാർപ്പിതമായിരിക്കണം. അങ്ങനെ ആ പട്ടണത്തെ കൈവശമാക്കുവാനും ആ പട്ടണത്തെ ജയിക്കുവാനും അവർക്ക് സാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം യോശുവയോട് പറഞ്ഞതുപോലെ തന്നെ യോശുവ ജനങ്ങൾക്ക് ദൈവം പറഞ്ഞതിൻ്റെ അനുസരിച്ച്
ചുറ്റുപാടുമുള്ള എല്ലാ പട്ടണങ്ങളെ അവർ കീഴടക്കി എന്ന് കാണുന്നു. പിന്നെ ചുറ്റുപാടുമുള്ള എല്ലാ പട്ടണങ്ങളെയും കീഴടക്കിയതിന് ശേഷം ഇസ്രായേൽ മക്കൾക്ക് ഗോത്രമായി ദേശത്തെ വിഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ദേശത്തിന് സ്വസ്ഥത വരുത്തിയെന്ന് കാണിച്ചു. അതിനുശേഷം താൻ ജനത്തോട് പറയുന്നുണ്ട്, അവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അവരോട് പറയുന്നുണ്ട്, കർത്താവ് നാം വാളുകൊണ്ട് അല്ല വില്ലുകൊണ്ടും അല്ല ദേശം കീഴടക്കിയത്, ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. നാം പ്രയത്നം ചെയ്യാത്ത ദേശവും പട്ടണവും മുന്തിരിത്തോട്ടമെല്ലാം അവൻ നമ്മൾക്ക് തന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, നിങ്ങളും അതുപോലെ യഹോവയെ സേവിക്കണം എന്ന് ജനത്തോട് പറയുന്ന യോശുവയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇത്രയും കഴിവുള്ള ഈ ദൈവത്തോട് പറ്റിയിരിക്കുന്ന യോശുവയുടെ ജീവിതത്തിൽ ഒരു പാളിച്ച ഉണ്ടായെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് ദൈവത്തോട് ചോദിക്കുന്നതിന് മുമ്പായി തീരുമാനമെടുക്കുന്ന യോശുവ. നമ്മൾ 4 കാര്യങ്ങൾ ഇതിനു മുമ്പ് കണ്ടു. വിട്ടുപിരിയാതെ ദൈവത്തെ സേവിക്കുന്ന യോശുവ, പ്രശ്നങ്ങളുടെ മധ്യേ യഹോവയിൽ മാത്രം ആശ്രയിക്കുന്ന യോശുവ, യഹോവയിൽ മാത്രം വിശ്വസിക്കുന്ന യോശുവ, അതുപോലെ തന്നെ യഹോവയുടെ മഹത്വം കാണുവാൻ ഭാഗ്യം ലഭിച്ച യോശുവ. മാത്രമല്ല യഹോവ കൽപ്പിച്ചതുപോലെ, ദൈവം പരമേൽപ്പിച്ചതുപോലെ, യഹോവ കൽപ്പിച്ചതുപോലെ സകലതും ചെയ്യുന്ന യോശുവ. അവരോട് പറഞ്ഞ് കർത്താവ് എന്ത് കൽപ്പിച്ചു അതുപോലെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്ന യോശുവയെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാര്യം ദൈവത്തോട് ചോദിക്കുന്നതിന് മുമ്പായി തീരുമാനം എടുക്കുന്ന യോശുവയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോശുവയും ജനവും യോർദാൻ കടന്ന് യെരിഹോ അവർ പിടിച്ചെടുത്തു. അവർക്ക് കീഴടങ്ങി. അങ്ങനെ ജയോത്സവമായി മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ഭീതി ഉണ്ടായി. ഗിബിയോൻ നിവാസികൾ സൂത്രത്തിൽ യോശുവയുടെ അടുത്ത് വന്നു. അവർ കള്ളത്തരം പറഞ്ഞു. എന്നാൽ യോശുവ ദൈവത്തോട് അവരെപ്പറ്റി ചോദിക്കേണ്ടതായിരുന്നു. ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണവും ധനവും വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യതയും അവരെ ജീവൻ രക്ഷിക്കാമെന്ന് ഉടമ്പടിയും ചെയ്തു. ഇത് മുഖാന്തരം വളരെ ഭവിഷ്യത്തുകൾ പിന്നീട് ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് മുഖാന്തരം ദൈവം യോശുവയെ ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ യോശുവ ചെയ്തതിൻ്റെ അനന്തരഫലങ്ങൾ അവർ പിന്നീട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സേവിക്കുന്നതിന് തടസ്സമായിട്ട് പാപങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ക്ഷമിക്കുന്നവനും നമ്മെ അനുഗ്രഹിക്കുന്നവനുമാണ് നമ്മെ സ്നേഹിക്കുന്ന ദൈവം. നമ്മുടെ പ്രിയപ്പെട്ടവർ മക്കൾ ഈ ദൈവത്തെ സേവിക്കാത്തവരായി ജീവിക്കുന്നവരാണെങ്കിൽ നിരാശപ്പെടാതെ ദൈവം നിലവിളി കേൾക്കുന്നവനും ഉത്തരം തരുന്നവനുമാണ് എന്ന് മനസ്സിലാക്കി അവനിൽ അവനിൽ ആശ്രയിക്കുവാനും അവനെ തന്നെ നോക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധയോടുകൂടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കുവാനും അതിനെ മാത്രം പിൻപറ്റുവാനും തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.